Good afternoon, all. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? Good afternoon. വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, എവിടെ വരെയാ നമ്മൾ എടുത്തു നിർത്തിയത്? സ്റ്റാഫ് ഡെവലപ്മെന്റ് അവിടെ അതിന്റെയൊക്കെ ടൈപ്സ് വരെ നമ്മൾ എടുത്തു നിർത്തി അല്ലേ? ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് വരെയാണ് എടുത്തു നിർത്തിയത് അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മള് പറഞ്ഞു എന്താണ് പൊതുവെ എംപ്ലോയീസിന്റെ എന്താണ് നോളജ് അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, അതായത് അവര് എത്ര പുതുമയേറിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തി അവര് നേടിയെടുക്കും അല്ലെ? അപ്പൊ തുടക്കം മുതലേ ഈ ഓറിയന്റേഷൻ തുടങ്ങി, അതായത് ചിലപ്പോ ഫ്രഷേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും, അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചിലപ്പോ അവർക്ക് പരിചിതമാക്കി കൊടുക്കേണ്ടതുണ്ടോ അല്ലെ? ജസ്റ്റ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം കഴിഞ്ഞ് വരുന്ന എംപ്ലോയീസ് ഉണ്ടാവാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവാം. അങ്ങനെ വ്യത്യസ്ത എംപ്ലോയീസ് നമുക്കറിയാം ഒരു സ്ഥാപനത്തില് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാം അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടി ആ ഓർഗനൈസേഷനോട് അനുയോജ്യമായ രീതിയിൽ അല്ലെ, അവരുടെ തൊഴിൽ പക്ഷെ ചിലപ്പോൾ മറ്റു സ്ഥാപനങ്ങളിൽ അവരുടെ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ വേറെ ഏതെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടി ആയിരിക്കും. പക്ഷെ പുതിയൊരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അതിനോട് ചേർന്ന വിധത്തില് അവർക്ക് ഒരു പരിചിതമാക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ വ്യത്യസ്ത തരത്തില് ആ ഒരു ട്രെയിനിങ് പാക്കേജുകൾ അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് നമുക്ക് സഹായിക്കും. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റില് ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്, ദെൻ ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ രീതിയിലാണ് അതിന്റെ ആ ഒരു ടൈപ്സ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്. ഓക്കെ, എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ പറയുന്നത്? Is the training given to new employees by the employer in order to help in adjustment to their new job and familiarize with their new work environment and the people who are working around them. ഓക്കെ, ഒരു പുതിയ ചുറ്റുപാടിലേക്ക് അല്ലെ, പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആ ഒരു ചുറ്റുപാടിലേക്ക് ഇണങ്ങിച്ചേരാനായിട്ട് അല്ലെ, പുതിയ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് എന്താണ് ഒരു പരിചിതമാകാനായിട്ട് ജോലിയിലെ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ഒരു പരിചിതമാകുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളിക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് പാക്കേജിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, ഒരു പരസ്പരം ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. In order to help in adjustment to their new job and familiarize with their new work environment. പുതിയ ആ ഒരു ചുറ്റുപാടുമായിട്ട് ഒരു സഹവർത്തിത്വം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിലാളിക്ക് ഈ ഒരു പരിചിതമാകുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കറിയാം 1-2 ദിവസം ആ ഒരു ട്രെയിനിങ്ങിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഒക്കെ ആയിരിക്കാം ഓരോ ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കുന്നത്. ജസ്റ്റ് അല്ലെ, എന്ത് ഡ്യൂട്ടിയാണ്, ആ ഡ്യൂട്ടിയിൽ ആരൊക്കെയാണ് ഹെഡ്, അല്ലെങ്കിൽ ഏത് ടൈമില്, അല്ലെങ്കിൽ എന്താണോ ഡ്യൂട്ടിയിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് പാക്കേജിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? their new job and familiarize with their new work environment അല്ലെ, അഡ്ജസ്റ്റ്മെന്റ് ടു their new job. നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുമോ അല്ലെ? ജസ്റ്റ് നമുക്കറിയാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് ആ ഒരു ദിവസം കൊണ്ടൊക്കെ പുതിയ എംപ്ലോയീസിനെ ഫ്രഷേഴ്സിനൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് എന്താണ് ടു ഹെൽപ്പ് ഇൻ അഡ്ജസ്റ്റ് ടു their new job and familiarize with their new work environment.
ഓക്കെ, എന്താണ് ജോബ് ഓറിയന്റേഷനിൽ പറയുന്നത് നോക്കാം. ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് ഹിസ് ഓർ ഹെർ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഇൻ ദ ന്യൂ വർക്ക് സിറ്റുവേഷൻ. ഇവിടെ കുറച്ചും കൂടി ഒരു ഒരു ഡ്യൂട്ടിയുമായി പൊരുത്തപ്പെട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ വരുമ്പോൾ എന്താണ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് ഹിസ് ഓർ ഹെർ റോൾസ്, അല്ലെ, നമ്മുടെ ഡ്യൂട്ടിയുമായിട്ട് നമുക്ക് ഇൻ കേസ് പുതിയൊരു എംപ്ലോയി ആണ് എങ്കിൽ ആ ഡ്യൂട്ടിയുമായിട്ട് എന്തൊക്കെ ചുമതലകൾ നിർവഹിക്കണം, എന്തൊക്കെ പങ്ക്, അല്ലെ, ഇദ്ദേഹത്തിന്റെ പങ്ക് എന്താണ്, അദ്ദേഹം എന്താണ് നിർവഹിക്കേണ്ടത്, ആരൊക്കെയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, നമ്മൾ ആ വർക്കുകളൊക്കെ ചെയ്ത് ആർക്ക് റിപ്പോർട്ട് കൊടുക്കണം, ആരാണ് സുപ്പീരിയേഴ്സ്, അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു നോളജ് അത് കൃത്യമായിട്ട് പറഞ്ഞു തരുക. ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ ജസ്റ്റ് ഒരു ഫെമിലാരിറ്റീസ് വരുത്തുന്നേ ഉള്ളൂ, അല്ലെ, ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നേ ഉള്ളൂ എങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഡീപ്പായിട്ട് തന്നെയാണ്. കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റി അടക്കം എന്താണ് പുതിയ എംപ്ലോയിയുടെ ഉത്തരവാദിത്തങ്ങൾ, ചുമതലാ ബോധങ്ങൾ, അതേപോലെ തന്നെ അഡ്ജസ്റ്റഡ് പേഴ്സൺസ് ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It is an individualized training program meant to get a newly hired employee more familiarized with their responsibilities. Okay, ഇൻഡക്ഷനും ഓറിയന്റേഷൻ ഒക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ്. ഇൻഡക്ഷനേക്കാൾ ഇച്ചിരി കൂടി ഡീപ്പായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ് ജോബ് ഓറിയന്റേഷനിലേക്ക് വരുന്നത്. സോ അത് പറയാണ്, ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം, അല്ലെ, ഓരോ പെർട്ടിക്കുലർ എംപ്ലോയിയെ ട്രെയിനിങ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ടു ഗെറ്റ് എ ന്യൂലി ഹയർഡ് എംപ്ലോയി മോർ ഫെമിലറൈസ്ഡ് വിത്ത് ദിയർ റെസ്പോൺസിബിലിറ്റീസ്, തന്റെ ഉത്തരവാദിത്ത നിർവഹണ ചുമതല കാര്യങ്ങളെല്ലാം കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പാക്കേജ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസിന് പ്രാധാന്യമുണ്ട്, ഉത്തരവാദിത്തങ്ങളെ കൂടി അവിടെ എന്താണ് അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇൻഡക്ഷനും ഓറിയന്റേഷനും തമ്മിലുള്ള വേരിയേഷനും നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ തോന്നുന്നുണ്ടോ? ഓക്കെ, ജോബ് ഓറിയന്റേഷനും ദെൻ ഇൻഡക്ഷനും. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫെമിലറൈസ്, അല്ലെ, ഒരു സഹപ്രവർത്തകരൊക്കെ ഉണ്ട്, അതിനപ്പുറം ഇന്നതാണ് ഡ്യൂട്ടി, ഇന്ന റോളുകളൊക്കെ നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്, അല്ലെ, ഇന്ന റിപ്പോർട്ടുകളൊക്കെ ഇന്ന സമയത്ത് എത്തിക്കണം, ഇത്ര ടൈമിലുള്ള പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നിങ്ങൾ റിപ്പോർട്ടുകൾ ഇന്ന വ്യക്തിക്ക് കൈമാറണം, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൈമാറുന്നില്ല. ജസ്റ്റ് ഒരു പരിചിതമാക്കുന്ന ഒരു മേഖലയാണ് ഇൻഡക്ഷനിൽ പറയുന്നത്. പക്ഷെ ഓറിയന്റേഷനിൽ ഇത്രയും കൂടി റെസ്പോൺസിബിലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ പുതിയ എംപ്ലോയീസിന് ലഭ്യമാക്കുന്നുണ്ട്. സോ ഇൻഡക്ഷൻ ട്രെയിനിങ് ആൻഡ് ദെൻ നെക്സ്റ്റ് ജോബ് ഓറിയന്റേഷൻ. തേർഡ് പറയുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഓക്കെ, എന്താ പറയുന്നത്, an educational experience planned before to provide in the job getting and closely identified with the service in order to help a person discharge his duties more effectively as a person and as a worker. Okay, അപ്പൊ ഇതിലെ കുറച്ചും കൂടി എഡ്യൂക്കേഷൻ കൂടി, അല്ലെ, കുറച്ചും കൂടി കൂടുതൽ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ജോബ് ഓറിയന്റേഷനിലൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇവിടെ കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ നല്ല രീതിയിൽ ഒരു പരിചിതമാകാൻ വേണ്ടിയിട്ട് തന്നെ അവർക്ക് വേണ്ടി തയ്യാറാക്കിയാണ്, അല്ലെ. നമ്മളിപ്പോ ചില ഡ്യൂട്ടികളിലൊക്കെ ചിലപ്പോ എന്താണ് ട്രെയിനിങ് പീരീഡിന് മുമ്പ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നമ്മൾ കുറച്ച് ട്രെയിനിങ് ഒക്കെ ചിലയിടത്തു നിന്നൊക്കെ സമ്പാദിച്ചു വെക്കും. ചിലരെങ്കിലും ജോലിക്ക് വിളിക്കുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 months ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നേടി വെക്കാനായിട്ട് ശ്രമിക്കും, അല്ലെ, അല്ലെ. അത് ഇതുകൊണ്ടാണ് നമുക്കറിയാം, ആ ഒരു നിശ്ചിത എക്സ്പീരിയൻസിന്റെ ബേസിലൊക്കെ നമുക്കൊരു സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രിഫറൻസ് കിട്ടും, ഒരു മുൻഗണന കിട്ടും, അല്ലെ. കാരണം ഇന്ന ജോലികൾ ചെയ്ത് പരിചിതമാകുമ്പോൾ ആ ഒരു പരിചിതത്തിന്റെ ബേസിൽ നമുക്ക് ഒരു പ്രിഫറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു അല്ലെ ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ കിട്ടുന്നതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ നേടിയെടുക്കുന്നത്. അപ്പൊ ഇതിൽ അത് തന്നെയാണ് പറയുന്നത്. ഇൻ സർവീസ് എഡ്യൂക്കേഷനും
അതൊരു എഡ്യൂക്കേഷൻ പാക്കേജ് ആണ് അല്ലെ, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ്. An educational experience planned before to provide in the job setting and closely identified with the service in order to help a person discharge disabilities more effectively as a person and as a worker. അതായത് നേരത്തെ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ, ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു പൊസിഷനിൽ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ അവർക്ക് സെറ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ആ സർവീസ് പ്രദാനം ചെയ്ത് കൊടുക്കുകയാണ് ഏത് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെ. ആ എംപ്ലോയിക്ക് ആ പേഴ്സണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെ നിങ്ങളുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് നേരത്തെ കൂട്ടി സെറ്റ് ചെയ്തിട്ട് അല്ലെ, ആദ്യം ചിലപ്പോൾ വേണമെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് വർക്കുകളൊക്കെ ആയിരിക്കും, പിന്നീട് കുറച്ചും കൂടി കൂടിയ വർക്കുകളൊക്കെ ഏൽപ്പിച്ച് ഓൾമോസ്റ്റ് ഒരു ട്രെയിനിങ് അവിടെ ലഭ്യമാക്കി കൊടുക്കുകയാണ്. ദെൻ അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന മോർ എഫക്റ്റീവ്ലി ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എ വർക്കർ, ആ പേഴ്സൺ നല്ല രീതിയിൽ ഫലപ്രാപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് ഇത്തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. It is thus a planned instructional or a training program given by an employing agency in the employment setting. Okay, ചിലപ്പോ നമുക്കറിയാം ഒരു എംപ്ലോയി ഏജൻസികൾ വഴിയൊക്കെയാണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാറ്. ആ ഏജൻസിയിൽ പോയി ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ പീരീഡ് ഒരു 3 months ഒക്കെ ജസ്റ്റ് ഒന്ന് പോയി പഠിച്ചതിന് ശേഷമായിരിക്കും അപ്പോയിന്റ്മെന്റ് സെക്ഷനിലേക്ക് വരുന്നത് അല്ലെ. അവിടെ അവര് വെള്ളായിട്ട് കൈകാര്യം ചെയ്ത് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഇൻഡക്ഷൻ ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ സ്റ്റാർട്ടപ്പ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കമ്പനികൾ കൈകാര്യം ചെയ്യുന്നു. ചിലർക്കെങ്കിലും അല്ലെ ഒരു 3 months ഒരു എക്സ്പീരിയൻസ് ഒക്കെ അല്ലെങ്കിൽ ഏജൻസി വഴിയുള്ള ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ നേടിയ അതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളായിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദം അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഒക്കെ അവർക്ക് ബോധ്യമായിട്ടുണ്ടാവും. അതിനുശേഷം അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന ഒരു രീതിയാണ്. Then continuing education ആണ് നെക്സ്റ്റ് പറയുന്നത്. Is all the learning activities that happen after an individual has completed his basic education. Okay, നമുക്കറിയാം ഇവിടെ ബേസിക് ആയിട്ടുള്ള ഈ എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം ഇനി എന്തെങ്കിലും അല്ലെ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് അവർക്ക് നേടേണ്ടതുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഇത് ഇൻവോൾവ് പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ബിയോണ്ട് എ ബേസിക് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, നമുക്കറിയാം ഒരു നഴ്സിംഗ് ആണ് എങ്കിലും ഏത് തരത്തിലുള്ള ഒരു ഉദ്യോഗമാണ് എങ്കിലും അതിന് ഒരു ഇൻഡക്ഷനും ഓറിയന്റേഷൻ ഒക്കെ ആവശ്യമാണ്. നമുക്കറിയാം ഇൻഡക്ഷൻ ഓറിയന്റേഷൻ ആ ഒരു പ്രോഗ്രാം ഒക്കെ ഏതൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കും. പുതിയ ഒരുപാട് എംപ്ലോയീസിനൊക്കെ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് അലോട്ടഡ് ആയിട്ടുള്ള ടൈമൊക്കെ ഉണ്ടാവും. ചിലപ്പോ നമുക്കറിയാം അവിടെ ബേസിക് ആയിട്ട് അല്ലെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 3 months ഒക്കെ അവർക്ക് എന്താണ് ട്രെയിനിങ് പീരീഡ് അല്ലെ ഇങ്ങനെ സർവീസ് എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്തതിനു ശേഷമായിരിക്കും അവരെ ജോലിയിലേക്കൊക്കെ എടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈമില് അവർക്ക് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അല്ലെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം നമുക്കറിയാം ഡ്യൂട്ടിയുടെ ഇടയിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ക്യാച്ച് ചെയ്തെടുക്കേണ്ടതും വർക്കറിന്റെ ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയാണ് നമുക്കറിയാം സ്റ്റാഫ് എന്താണ് അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒക്കെയാണോ ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ജോബ് ഓറിയന്റേഷനും അതേപോലെ ഇൻഡക്ഷൻ ട്രെയിനിങ് ഒക്കെ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ജസ്റ്റ് അപ്പൊ അത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ജസ്റ്റ് ജോബിനെ കുറിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫെമിലാരിറ്റീസ് വിത്ത് ദിയർ വർക്ക് എൻവയൺമെന്റ് ഒക്കെ ആണെങ്കിൽ അത് ജോബ് ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ്. ഓറിയന്റേഷൻ ആവുമ്പോഴും മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക റെസ്പോൺസിബിലിറ്റീസ് അല്ലെ അവരുടെ റോൾ പങ്ക് എന്താണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്താണ് അല്ലെ അതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അവയർനെസ് പകർന്നു കൊടുക്കുന്ന ഒരു ഭാഗമാണ് ജോബ് ഓറിയന്റേഷനിൽ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തോ പോയിന്റ്സ്? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു പുതിയ എംപ്ലോയിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഗുണം ഉണ്ടാവോ? ഇങ്ങനെയൊക്കെ ഗുണം ഉണ്ടാവോ? ഒരു ഫ്രഷേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇൻഡക്ഷനും ഓറിയന്റേഷനും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സർവീസ് എഡ്യൂക്കേഷൻ ഒക്കെ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവോ?
ഉണ്ട് അല്ലെ, സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലെ, ആത്മവിശ്വാസം കിട്ടും അല്ലെ ജോലി ചെയ്യുന്നതിന്. തീർച്ചയായിട്ടും നമുക്കറിയാം, അതല്ലെങ്കിൽ ഒരു വെപ്രോളൊക്കെ ആയിരിക്കും അല്ലെ, എന്ത് ചെയ്യണം എന്ത് ചെയ്യാം അല്ലെ. നമ്മൾ സാധാരണ അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേഷ്യന്റ് ആണോ പിന്നിൽ വരുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാസ് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെ ആ ഹോസ്പിറ്റലിലെ നല്ല സർവീസിനെ തന്നെ ബാധിക്കും. കാരണം പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ലാതെ തിരിച്ചു പോകേണ്ടത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തിട്ടായിരിക്കും അവരെ ജോലിയിൽ അല്ലെ ഓൺലി അപ്പോയിന്റഡ് പേഴ്സൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നത്. സോ അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഫസ്റ്റ് വൺ പറയുന്നത് ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. ഓക്കെ, നമുക്കറിയാം ഒരു പോസിറ്റീവ് അല്ലെ, ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യും. കാരണം അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുകയാണ് അല്ലെ എന്ത് ചെയ്യാനും. വന്ന ഏത് പേഷ്യന്റ് ആണെങ്കിലും നമുക്കറിയാം അവരെ കൈകാര്യം ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും, ഒരു പോസിറ്റീവ് എനർജി അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും അല്ലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട്. കാരണം അവരെ ഈ ട്രെയിനിങ് ഒക്കെ സമ്പാദിക്കുന്നത് തീർച്ചയായിട്ടും സൂപ്പർവൈസർ സുപ്പീരിയേഴ്സ് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആവാനൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ആശയവിനിമയം നടത്താൻ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അവരുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. Then pass over organization messages to workers. ഓക്കെ, ഓർഗനൈസേഷന്റെ ഉദ്ദേശം അല്ലെ അതെന്താണോ അത് തീർച്ചയായിട്ടും വർക്കേഴ്സിന്റെ ഇടയിലേക്കും ഈ പറഞ്ഞ ഈ ട്രെയിനിങ് പീരീഡിന്റെ ടൈമിലൊക്കെ ഓക്കെ നിങ്ങൾ ഇന്ന രീതിയിൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യണം, അതെല്ലാം ചെയ്യാം, അവര് മോസ്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ ഈ രീതിയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. നമ്മളുടെ നോളജിനോടൊപ്പം തന്നെ ഇന്ന ബിഹേവിയറിലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അങ്ങനെ തീർച്ചയായിട്ടും നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് തീർച്ചയായിട്ടും പുതിയ എംപ്ലോയീസിനൊക്കെ അതൊക്കെ പരിചിതമാക്കും. സോ അത് മാത്രമല്ല, അപ്പൊ ഓർഗനൈസേഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെ അത് തീർച്ചയായിട്ടും എല്ലാ മെസ്സേജസും എല്ലാ വർക്കേഴ്സിന്റെ ഇടയിൽ എത്തിക്കാൻ സാധിക്കും. Then easy access to knowledgeable colleges. നമുക്കറിയാം എല്ലാ സഹപ്രവർത്തകർക്കും അല്ലെ നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് എല്ലാവരിലേക്കും കൈമാറ്റം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് അല്ലെ. കാരണം തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷനും ബെറ്റർ അല്ലെ അവിടെ ഒരു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ നല്ല നോളജുകൾ നമുക്ക് നേടിയെടുക്കാൻ അല്ലെ അറിവുകൾ അതിലേക്ക് നേടിയെടുക്കാനും സഹപ്രവർത്തകരുടെ ഇടയിലേക്കൊക്കെ എത്തിക്കാനായിട്ടും ഇതുകൊണ്ട് എളുപ്പം സാധിക്കുന്നു. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഫോർ ഡെവലപ്മെന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ വെച്ചേരെ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പോസിറ്റീവ് എനർജി അല്ലെ അത് അവർക്ക് ലഭ്യമാകുന്നു. ഓപ്പൺ ചാനൽ കമ്മ്യൂണിക്കേഷൻ അവർക്ക് തുറന്നു കൊടുക്കുന്നു. അതേപോലെ തന്നെ മെസ്സേജസ് ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു അല്ലെ. അത് ഈസി ആക്സസ് അവർക്ക് അറിവുകളൊക്കെ സഹപ്രവർത്തകരുടെ ഇടയിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, സാധാരണയായിട്ട് ഇവിടെ ഒരു ചോദ്യം കാണിക്കുന്നുണ്ട്. അതായത് ഏത് നോളജ് ഉള്ളവർക്കാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കേണ്ടത്? ജസ്റ്റ് കാണിച്ചു പോകുന്നുണ്ട്. അതായത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കിട്ടുന്നത് ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിയവർക്കായിരിക്കും അല്ലെ. ബേസിക് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് കുറച്ചും കൂടിയും പുതുമ നിറഞ്ഞ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത് അല്ലെ. മിച്ച എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ അല്ലെ ഏത് എംപ്ലോയീസിനാണ് ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വയ്ക്കുക. ഇൻഡിവിജ്വൽ ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ബേസിക് എഡ്യൂക്കേഷൻ. ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞവർക്ക് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻസ് ആണ് പകർന്ന് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അഡ്വാൻറ്റേജസും ജസ്റ്റ് ഒക്കെയാണ്. ക്ലിയർ അല്ലേ? ഇതാണ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അതായത് അവരുടെ എംപ്ലോയീസിന്റെ സ്കിൽ നോളജ് അത് വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. സോ അത് വ്യത്യസ്ത ടൈപ്പിലാണ് നമ്മൾ അത് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഒരു പോർഷനും കൂടി ഉണ്ട്. അതായത് ഈ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. അഡ്മിനിസ്ട്രേറ്ററിന്റെ പങ്ക് എന്താണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ്സിലൊക്കെ? Use principles of learning when helping employees to learn new skills or information. നമുക്കറിയാം എന്താണ് അവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് അല്ലെ. അവിടെ
തീർച്ചയായിട്ടും ആ തത്വങ്ങളെല്ലാം എംപ്ലോയീസിലേക്ക് അല്ലെ അവരുടെ പുതിയ സ്കില്ല് നോളജ് ഒക്കെ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അല്ലെ നമുക്ക് അറിയാം. നല്ല ഡിസിപ്ലിനും നല്ല ചിട്ടകളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും. നല്ല ക്ലിനിക്കും കാര്യങ്ങളൊക്കെ എല്ലാ ഫെസിലിറ്റീസും ചിട്ടകളോടും കൂടിയിട്ടൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിലായിരിക്കും പേഷ്യൻസ് വരാനായിട്ട് സാധ്യത അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം ഈ പറഞ്ഞ സ്കിൽ നേടുന്നതോടൊപ്പം തന്നെ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. Then uses teaching techniques that strengthen staff. ഓക്കെ, പല ടീച്ചിങ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് അവരുടെ സ്റ്റാഫുകളുടെ ശക്തി നമുക്കറിയാം നിമിഷം അത് കുറച്ചും കൂടി നേടിയെടുക്കുക. എന്താണ് സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടിയും ശക്തിയോട് കൂടിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ പൊതുവെ അറിഞ്ഞ വെല്ലുവിളി വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി അവരിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൽ ഏതൊക്കെ ടെക്നിക്സുകളൊക്കെ അവലംബിക്കാനായിട്ട് ശ്രമിക്കാം. കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഓക്കെ, ഓരോ യൂണിറ്റിനും എന്തായാലും അല്ലെ പുതിയ പുതിയ കാര്യങ്ങൾ അറിവുകൾ പഠിപ്പിക്കും പകർന്ന് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ പ്രശ്നങ്ങൾ വിലയിരുത്താം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരൊക്കെയാണ് എംപ്ലോയീസ് നല്ല അല്ലെ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ നല്ല എംപ്ലോയീസ് ആണ്, നല്ല പോസിറ്റീവ് എനർജി ഉള്ളതാണ്. പുതിയ എന്ത് ചലഞ്ചസ് വന്നാലും അതിനെയും കൂടി തരണം ചെയ്യാനായിട്ടുള്ള ശേഷിയുള്ളവരാണ് എന്നത് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ് അവർക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിന്റെയും എന്തെങ്കിലും നേടേണ്ട അല്ലെ അറിവ് നേടേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിലയിരുത്തിക്കൊണ്ടേയിരിക്കുക. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. ഇപ്പൊ ഇതിനിടയിൽ ഇപ്പൊ നമുക്കറിയാം ഒരു എംപ്ലോയിക്ക് അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരത് ചെയ്യുന്നുണ്ടാകും. പക്ഷെ ചിലർക്ക് സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലർ നല്ല എന്താ പറയുക വളരെ പതിയെ ചെയ്യുമെങ്കിലും നല്ല അർപ്പണ ബോധത്തോടു കൂടി ചെയ്യുന്നവരുണ്ടാവാം. അതേപോലെ തന്നെ നല്ല ഫുൾ ഫിനിഷിങ്ങോടൊക്കെ കൂടെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. സോ ഓരോ എംപ്ലോയിയുടെയും ഡെഫിസിറ്റും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. എംപ്ലോയീസിനെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ എല്ലാ എംപ്ലോയീസും തൃപ്തരാവണമെന്നില്ല അല്ലെ, എന്തെങ്കിലുമൊക്കെ കുറവുകൾ അവർക്കും ഉണ്ടാവും. സോ അവരിലെ വീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, സോ അത് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പകർന്നുള്ളവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും ഈ സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ, കാരണം തീർച്ചയായിട്ടും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് എപ്പോഴും അല്ലെ ഹൈ പൊസിഷനിലുള്ള ജീവനക്കാരാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ളവരാണ്. സോ അവരെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ ഡെഫിസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരെ ശക്തിപ്പെടുത്താനായിട്ട് പല ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ന്യൂ ഇൻഫോർമേഷൻസ് അല്ലെ അതെല്ലാം തത്വാധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ തന്നെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ റോളാണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ അല്ലേ, നമ്മൾ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പോർഷൻസ് ഇതോടുകൂടി തീരാണ്. ഇനി നമുക്കൊരു നെക്സ്റ്റ് ടൈം ഉള്ളത് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഇതില് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താണെന്നൊക്കെ പഠിച്ചു. ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അഡ്വാൻറ്റേജസ്, റോൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. അത്രയും കാര്യങ്ങളാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെയാണോ? സർവീസ് എഡ്യൂക്കേഷനിലെ ഡ്യൂട്ടീസ് ആണോ എന്ന് ചോദിച്ചാൽ ഇതല്ല, അവിടെ ഡ്യൂട്ടീസ് അല്ല ശരിക്കും പറഞ്ഞാൽ ആ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിൽ അത് ഡ്യൂട്ടിയിലേക്ക് ഇടുന്നതല്ലേ, അവിടെ പെർമനന്റ് ജോലി കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു ഇതാണ് അവിടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അവിടെ കുറച്ചും കൂടി അവർക്ക് ഡ്യൂട്ടീസ് ആയിട്ടല്ല കൊടുക്കുന്നത്, അതായത് കുറച്ച് അറിവുകൾ അല്ലെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം, അതല്ലെങ്കിൽ ഇന്ന പേഷ്യൻസ് ഫസ്റ്റ്ലി എന്താണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ എന്തൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഇന്ന സമയത്തൊക്കെ കൈമാറ്റം ചെയ്യണം. കാരണം അതൊക്കെ നേരത്തെ കൂട്ടി പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത് ഈ എംപ്ലോയീസിന് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അവർ ചെയ്യുന്ന ഡ്യൂട്ടി തന്നെയാണ്
പക്ഷെ ഓൾമോസ്റ്റ് അവരുടെ ഡെയിലി ഡ്യൂട്ടിയിലേക്ക് ആവശ്യമായിട്ട് വരാവുന്ന സംഗതികൾ നേരത്തെ ഡ്യൂട്ടി ഏജൻസി വഴി അവർക്ക് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ഏജൻസി വഴി അവര് കുറച്ച് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അതിനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ കുറവാണെങ്കിൽ ഏജൻസി വഴി അവർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയിലേക്ക് കയറാം. സോ അവിടെ ചെയ്യുന്ന ആ ഒരു കഴിവ് അല്ലെ, അവര് കിട്ടുന്ന ആ ഒരു അറിവായിരിക്കും അവർക്ക് എന്താണ് ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ പൊതുവെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ അല്ലെ, ഒരു തൊഴിലിനോ അനുയോജ്യമായ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അത് നേടിയെടുക്കാനായിട്ട് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഒരു ഇന്റർവ്യൂ ടൈമുകളിലൊക്കെ തീർച്ചയായിട്ടും അവിടെ എൻക്വയറി ഒക്കെ നടത്തുമ്പോൾ അവര് നോളജ് എടുക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള നോളജ് ഉണ്ടെങ്കിൽ അവർക്ക് മസ്റ്റ് ആയിട്ടും പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട് അല്ലെ അവർക്ക് ആ വ്യക്തിക്ക് ഇടാനായിട്ട് സാധിക്കും. സോ ഇത് തന്നെ സർവീസ് എഡ്യൂക്കേഷൻ പൊതുവെ ഒരു ട്രെയിനിങ്ങിൽ വരുമ്പോൾ ആദ്യമായി തന്നെ വർക്കേഴ്സിന് ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കുന്ന ജോബ് ഓറിയന്റേഷനിലേക്ക് പോകാം. ദെൻ അതുപോലെ തന്നെ ഈ സർവീസ് എഡ്യൂക്കേഷൻ ഉള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒക്കെ കുറച്ചും കൂടി നോളജ് ഉണ്ടാവും. സോ അവർക്ക് കണ്ടിന്യൂ എഡ്യൂക്കേഷനിലൊക്കെ പോകും. അതുകൊണ്ടാണ് കണ്ടിന്യൂ എഡ്യൂക്കേഷനിൽ ആ ഒരു പോയിന്റ് എടുത്ത് പറയുന്നത് is all the learning activities that happen after an individual has completed this basic education. ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുതുമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് അവൻ നേടിയിരിക്കേണ്ടത്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ കഴിയുമ്പോൾ നമുക്കറിയാം കുറച്ച് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നോളജ് ഒക്കെ നേടിയെടുക്കുകയാണ് ആ വ്യക്തി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, പൊതുവെ ഈ ഭാഗത്തുനിന്നാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ചോദിക്കാറുള്ളത്, വെച്ച് കാണാറുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ഇത് പഠിക്കാം. എളുപ്പമാണ് പക്ഷെ ശ്രദ്ധിക്കുക ഓരോരുത്തരുടെയും ഡ്യൂട്ടീസിൽ എന്തൊക്കെയാണ് പെടുന്നത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധിച്ചു പോയാൽ. നഴ്സിംഗ് ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ശ്രേണിയെ കുറിച്ചിട്ടാണ് ഇവിടെ പരിചിതമാക്കുന്നത്. ദ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ഡിറ്റർമിൻസ് the employee behavior through the effect of a role, power, status, responsibilities, authority and communication. ഓക്കെ, നമുക്കറിയാം ഒരു ഘടനയുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ പേഴ്സൺസിനും മേലധികാരികളുണ്ട്, അവർക്ക് മേലധികാരികളുണ്ട് അല്ലെ. അങ്ങനെ ഒരു ചെയിൻ പോലെയാണ് ഏതൊരു ഓർഗനൈസേഷനിലും അവിടുത്തെ ജീവനക്കാരുടെ ഡ്യൂട്ടികൾ പോകുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ടിനേറ്റ് വർക്ക് ചെയ്യുന്ന അവരുടെ മേലുദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെ മേലുദ്യോഗസ്ഥന്മാരുണ്ട്, അങ്ങനെ ടോട്ടലുള്ള ജീവനക്കാർ അവിടെയുണ്ട് അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡിലും ഉള്ളത്. നമുക്കറിയാം അവിടെ അല്ലെ താഴെയുള്ള സ്റ്റാഫ് നഴ്സിനുള്ള ഡ്യൂട്ടി ആയിരിക്കില്ല ഇൻചാർജിലുള്ളത്, ഇൻചാർജിലുള്ള ഡ്യൂട്ടീസ് ആയിരിക്കില്ല സൂപ്പർവൈസേഴ്സ്, സൂപ്രണ്ടന്റുമാർക്ക് അല്ലെ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടികളായിരിക്കും ഓരോ ഹെഡ് ഓഫ് ആളുകൾക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആ വ്യത്യസ്തതയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ദ എഫക്ട്സ് ഓഫ് റോള് അല്ലെ, ഓരോരുത്തരുടെയും പങ്ക് അല്ലെങ്കിൽ അവരുടെ പവർ അല്ലെ, അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള പവർ, അവരുടെ സ്റ്റാറ്റസ് അല്ലെ, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഡിഗ്നിറ്റി അല്ലെ, അവരുടെ അന്തസ്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങള്, അധികാരങ്ങള് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം തന്നെയാണ് ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ഡിറ്റർമിൻസ് തീരുമാനിക്കുന്നു the employees behavior through the effects of role, power, status, responsibility, authority and communication. The nursing is a large department in every hospital, hence it has a hierarchy as a doctor's do. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഏറ്റവും ഉള്ളത് ഡോക്ടേഴ്സ് ആണ് അല്ലെ, ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, കുറച്ച് ചീഫ് സീനിയർ ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അവരെ പോലെ തന്നെ ഒരു ഹൈറാർക്കി സിസ്റ്റം നമുക്കറിയാം നഴ്സുമാർക്കും ഉണ്ട്. കാരണം അതില് ഹെഡ് ഓഫ് ദ നഴ്സുമാരുണ്ട് അല്ലെ, സൂപ്രണ്ടന്റുമാരും അങ്ങനെ വ്യത്യസ്ത സ്റ്റാറ്റസ് കൈകാര്യം ചെയ്യുന്ന നഴ്സുമാരും ഉണ്ട്. സോ അതുകൊണ്ട് പറയാണ് നഴ്സിംഗ് ഇസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ്, അതൊരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻ എവറി ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലിലും. ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഒരു ഹൈറാർക്കി ആർക്കുമുണ്ട്, നഴ്സുമാർക്കും ഉണ്ട് എന്നുള്ളത്. And it's necessary to understand the different nursing classifications. So നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒരു വേർതിരിവ് ഇവിടെ കാണിക്കുന്നുണ്ട്. നോക്കുക, നഴ്സിംഗ് ഡയറക്ടർ ആണ് ടോപ്പിലുള്ളത്, ദെൻ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, ദെൻ അതിന് താഴെയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ,
then അതിന് താഴെയാണ് നഴ്സിംഗ് ഇൻചാർജ്, then സ്റ്റാഫ് നഴ്സ്, then നഴ്സിംഗ് അസിസ്റ്റന്റ്. നമുക്കുള്ള ഹൈറാർക്കി, പഠിക്കാനുള്ള ഹൈറാർക്കി എന്ന് പറയുന്നത് ഇതാണ്. എന്റെ ഏറ്റവും ടോപ്പിലുള്ള സ്റ്റാറ്റസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വമാണ് നഴ്സിംഗ് ഡയറക്ടർ ഉള്ളത്. then നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഈ ഓർഡർ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കാൻ. ഏറ്റവും ടോപ്പില് നഴ്സിംഗ് ഡയറക്ടർ ആണ്, അതിന് കീഴെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്, then നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, ഇപ്പൊ ഏറ്റവും അണ്ടറിൽ ആരാണ്? ഏറ്റവും അണ്ടറിൽ ആരാണ്? നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അതിന് തൊട്ട് മുകളിലാണ് സ്റ്റാഫ് നഴ്സുകൾക്കുള്ള സ്ഥാനം. ദെൻ അതിന് മുകളിലുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആണ്, അല്ലെ? ദെൻ നമുക്ക് നോക്കാം, നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയും നഴ്സിംഗ് ഇൻചാർജിന്റെയും ഇടയിലുള്ള സ്ഥാനം ഏത് നഴ്സുമാർക്കാണ്? ഇടയിലുള്ള സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നവര് നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയും നഴ്സിംഗ് ഇൻചാർജിന്റെയും ഇടയിൽ ഉള്ള സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നവരാരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഹൈറാർക്കി മോഡല് മനസ്സിലാക്കി തന്നെ വെക്കാം. ഗുഡ്. അപ്പൊ നഴ്സിംഗ് ഡയറക്ടർ, അതിന് താഴെ സൂപ്രണ്ടന്റ്, ദെൻ സൂപ്പർവൈസർ, ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഒരു ശ്രേണി ഓർത്ത് വെച്ചേക്കാം. നമുക്കറിയാം ആ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് അവരുടെ ഡ്യൂട്ടീസും ഡിഫറെന്റ് ആണ്. നമുക്കറിയാം വളരെ അല്ലെ, അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള നഴ്സുമാരെ ഒന്നും ഓടിക്കൊണ്ടുപോയി നഴ്സിംഗ് സൂപ്പർവൈസർ ഒന്നാക്കൂല, അല്ലെ? അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസും ഇച്ചിരി കൂടി നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവരെയാണ് ഓരോ ലെവലിലും അവര് പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? അവരുടെ സ്റ്റാറ്റസ് കൈകാര്യം ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ അവർക്ക് ആവശ്യമാണ്. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാം നഴ്സിംഗ് ഡയറക്ടറിന്റെ. ഓക്കെ, നഴ്സിംഗ് ഡയറക്ടറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ നഴ്സിംഗ് ഡയറക്ടർ who provides the direction to the nursing staff and coordinates health service. Okay, നമുക്കറിയാം നഴ്സിംഗ് സ്റ്റാഫുകളെയൊക്കെ അല്ലെ, അവരെയൊക്കെ ലക്ഷ്യത്തിലേക്ക് ഒരു വേഗോപിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കർത്തവ്യം നിർവഹിക്കുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്, അല്ലെ? ഇറ്റ് ഈസ് ദ നഴ്സിംഗ് ഡയറക്ടർ who provides a direction, അല്ലെ? എവിടേക്ക്, എന്താണ് മെയിൻ ഗോൾ, അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമുക്കറിയാം ടോപ്പ് ലെവലിലുള്ള ഇത്തരത്തിലുള്ള ജീവനക്കാരെ, അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം സൂപ്പർവൈസേഴ്സിന്റെ, സൂപ്രണ്ടന്റിന്റെ, ഇൻചാർജിന്റെ ഒക്കെ അവരെയൊക്കെ വിളിച്ചുകൂട്ടി ഓരോരോ ഇതുകളൊക്കെ മെഷർമെന്റുകളൊക്കെ എടുത്തായിരിക്കും അവര് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരാണ് ആരെന്ന് പറയുന്നത് നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, the duties consist of supervising all nursing staff and looking after patient care as well as administrative functions like record keeping, budgeting, etc. ഓക്കെ, നമുക്കറിയാം മൊത്തത്തിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെ? എല്ലാ നഴ്സുമാരെയും മൊത്തത്തിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ചുമതല നിർവഹിക്കുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, അല്ലെ, അവിടെ നമുക്കറിയാം എന്താണ് ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ കാര്യങ്ങൾ, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വ തലത്തിലൊക്കെ അവരുടേതായിട്ടുള്ള റോളുകളുണ്ട്. തീർച്ചയായിട്ടും ഡയറക്ടറിന്റെ സാന്നിധ്യത്തിലായിരിക്കും എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് ഒക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഫങ്ഷൻസ് ലൈക്ക് റെക്കോർഡ് കീപ്പിംഗ്, ബഡ്ജറ്റിംഗ്, എക്സെട്ര. ഓക്കെ, നമുക്കറിയാം ഇല്ലില്ല നിക്കിയിരിക്കും അല്ലെങ്കിൽ ഇല്ലില്ല കാര്യങ്ങളൊക്കെ, അല്ലെ, എല്ലാ റെക്കോർഡ്സുകളൊക്കെ ഓക്കെ, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ദെൻ ബഡ്ജറ്റ് ഒക്കെ നിശ്ചയിക്കുന്നതൊക്കെ അതിനെ നിർത്തിയിട്ടായിരിക്കും കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് ആരായിരിക്കും ഡയറക്ടർ ആയിരിക്കും. ബിക്കോസ് കാരണം ഏറ്റവും ടോപ്പ് ലെവലിലുള്ള സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നഴ്സിംഗ് ഡയറക്ടർക്കുള്ളത്. ദെൻ വീണ്ടും നോക്കുക, അറ്റ് മിനിമം they require co-workers or bachelor degree in nursing along with at least 10 years of experience in deemed firms. ഓക്കെ, നമുക്കറിയാം ഡീംഡ് ഫേംസ്, അതായത് നഴ്സിംഗ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഫേമിൽ തന്നെ ഒരു 10 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് വേണം. ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് വേണം? ഇത് ഡയറക്ടർ എന്ന സഹപ്രവർത്തകരായിട്ട് തന്നെ എക്സ്പീരിയൻസ് വേണം. അതോടൊപ്പം തന്നെ ബാച്ചിലർ ഡിഗ്രിയും ഇതിനകത്ത് വേണം. ഓക്കെ, നഴ്സിംഗ് ഡയറക്ടർ ആവാനായിട്ടുള്ള യോഗ്യത പറയുന്നത് അറ്റ് മിനിമം co-workers or a bachelor degree in nursing among
along with at least 10 years of experience in the field terms. ഡിഗ്രിയോടൊപ്പം തന്നെ 10 വർഷത്തിൽ കുറയാത്ത എന്ത് വേണം, നമ്മുടെ ഡയറക്ടർ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെ, അവിടെ സഹപ്രവർത്തകരോടൊപ്പം നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടി നേടിയതിനു ശേഷമാണ് ഡയറക്ടറുടെ പോസ്റ്റ് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ആ അല്ലെ 10 years എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഇവിടെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ഫസ്റ്റ് ഡ്യൂട്ടി പറയുന്നത് ടു ഡയറക്ട്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്സ്. നമ്മൾ നേരത്തെ കണ്ട മാതിരി എല്ലാ നഴ്സിംഗ് സ്റ്റാഫ്സിനെയും മൊത്തത്തിൽ അല്ലെ സൂപ്പർവൈസ് ചെയ്യുന്നതും വിലയിരുത്തുന്നതും മറ്റ് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ അല്ലെ, ഒരു ഗൈഡൻസ് കൊടുക്കുക, എന്തിനെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള പ്രക്രിയ നിർവഹിക്കുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. ടു ഗെറ്റ് എ ലോങ് ടേം ഗോൾ ഫോർ ദ എൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്കറിയാം ലോങ് ടൈം ആയിട്ട് അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒന്നിച്ച് നിന്ന് സ്റ്റാഫുകളെ നിർത്തിക്കൊണ്ട് ഇന്ന കാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. അതിനപ്പുറം ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെ, നമ്മൾ എന്താണോ ഓർഗനൈസേഷൻ, എന്താണോ ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അല്ലെ, ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, അത് ആസൂത്രണം ചെയ്ത് അതിലേക്ക് ഡയറക്ട് ചെയ്ത് എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ള മെയിൻ ഡ്യൂട്ടിയാണ് ഇവിടെ വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നഴ്സിംഗ് ഡയറക്ടറാണ്. Then arrange and coordinate admission, nursing and patient care procedure. ഓക്കെ, നമുക്കറിയാം എല്ലാ തരത്തിലുള്ള നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ അല്ലെ, നഴ്സുമാരുടെ കാര്യങ്ങളും അല്ലെ, അഡ്മിഷനും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്ടറിന്റെ സാന്നിധ്യത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. സോ അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഡയറക്ടറാണ്. Then settle issues and problems for the departmental issues and the patient issues. ഓക്കെ, ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം പേഷ്യൻസിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, നല്ല സേവനം കിട്ടിയില്ല, നല്ല നഴ്സുമാരുടെ സേവനം കിട്ടിയില്ല, മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ അതായത് അല്ലെ, പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാം. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തും ഇഷ്യൂസുകൾ വരാം അല്ലെ. അപ്പൊ ചിലപ്പോ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാവണമെന്നില്ല പേഷ്യൻസ് പറയുന്നത്, ചിലപ്പോൾ സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ വശത്തു നിന്നുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. സോ എനിവേ എന്താണെങ്കിലും അല്ലെ, രമ്യതയോട് കൂടിയിട്ട് പരിഹരിച്ചു പോകേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ ഡയറക്ടറാണ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഡിസിഷൻ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നത് അല്ലെ. സെറ്റിൽ ഇഷ്യൂസ്, എന്ത് പ്രശ്നങ്ങളും ഡിപ്പാർട്ട്മെന്റിന്റെ ഇഷ്യൂസുകളായിക്കോട്ടെ, പേഷ്യൻസിന്റെ ഇഷ്യൂസുകളായിക്കോട്ടെ, ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഇഷ്യൂ ആയിരിക്കും അല്ലെ. നേരത്തിന് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ സൂപ്പർവൈസേഴ്സ് ഇത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്റ്റാഫുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് ഉദ്യോഗസ്ഥരുടെ തലത്തിലേക്കാണ് എത്തിപ്പെടേണ്ടത്. സോ അങ്ങനെ ഉള്ള എല്ലാ തർക്കങ്ങളും, അതുപോലെ തന്നെ പേഷ്യൻസിനും ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല സേവനങ്ങളൊക്കെ ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ഫൈനൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. Then report to upper management. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് നഴ്സിംഗ് എന്ന് പറയുന്ന ഹൈറാർക്കി സ്കീമിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ഉള്ളത് കൊണ്ട് തന്നെ മാനേജ്മെന്റ് ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അല്ലെ കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ അവിടെ എത്തിക്കേണ്ടതൊക്കെ അല്ലെ, തീരുമാനങ്ങൾ അല്ലെങ്കിൽ മീറ്റിംഗിലൊക്കെ കൃത്യമായിട്ടുള്ള നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പകർന്നു കൊടുക്കേണ്ടതും ആ റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതും ഡയറക്ടറാണ്. ഓക്കെ ആണോ? അപ്പൊ അതിന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. നമുക്കറിയാം ഇതിന്റെയൊക്കെ ഓരോ ഡയറക്ടറിന്റെ നമ്മൾ ജസ്റ്റ് കണ്ടു. ഇനി നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉണ്ട്, അവർക്കും അദ്ദേഹത്തിനും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നഴ്സിംഗ് ഇൻചാർജ് ഉണ്ട്, ഓക്കെ, അദ്ദേഹത്തിന്റെയും ഉണ്ട്. സ്റ്റാഫ് നഴ്സ് തന്നെ, അതേപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഡ്യൂട്ടി തന്നിട്ട് ഇത് ആരുടെ ഡ്യൂട്ടിയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അറിയണം, കൃത്യമായിട്ട് അറിയണം ഇത് ഡയറക്ടറുടെ ആണോ, സൂപ്രണ്ടന്റിന്റെ ആണോ, സൂപ്പർവൈസറിന്റെ ആണോ, ഇൻചാർജിന്റെ ആണോ എന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ വരുന്ന രീതി ഏതായിരിക്കും? who guide staffing procedure, അല്ലെങ്കിൽ who are the responsible person to report to upper management അല്ലെ. അങ്ങനെ വരുമ്പോൾ ഓപ്ഷനിൽ നമുക്കറിയാം പല ഹൈറാർക്കി സ്കീമിലുള്ള പല സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നവരുടെ പേരുകൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാവുന്നത്.
സോ ഓരോ ഇതുകളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പോവുക. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നഴ്സിംഗ് ഡയറക്ടർ നമുക്കറിയാം ഏറ്റവും ടോപ്പ് ലെവലിലുള്ളതാണ്. അവര് ബാച്ചിലർ ഡിഗ്രിയോടൊപ്പം തന്നെ 10 years എക്സ്പീരിയൻസും കൂടി നേടിയിട്ടാണ് വരുന്നത്. അവിടെ നമുക്കറിയാം ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നഴ്സിംഗ് ഡയറക്ടറാണ്. ദെൻ അതേമാതിരി തന്നെ ലോങ് ടേം കോഴ്സുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അവരാണ്. ദെൻ അതേപോലെ തന്നെ നമുക്കറിയാം എല്ലാ എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെ, അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ പേഷ്യൻസിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തണം. ദെൻ അതേപോലെ തന്നെ അപ്പർ മാനേജ്മെന്റ് അല്ലെ, അവരുടെ മേലുദ്യോഗസ്ഥരുടെ മാനേജ്മെന്റ് തലത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഇവര് തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം, ഓരോരുത്തരുടെയും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ കൺഫ്യൂഷൻ ആവാതെ തന്നെ ക്യാച്ച് ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട്സ് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സെക്കൻഡ് കമാൻഡ് അല്ലെ, രണ്ടാമതായിട്ട് അധ്യാപിച്ച് നഴ്സുമാരെയൊക്കെ അധ്യാപിച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പവറുള്ള വ്യക്തിത്വമാർക്കാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്. Okay, then അവിടെ നോക്കുകയാണെങ്കിൽ he or she will be held responsible for management and supervision of nursing services of the different departments of the hospital. Okay, നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം സൂപ്പർവിഷന് വരുന്ന നഴ്സുമാർക്കൊക്കെ അല്ലെ, അവരുടെയൊക്കെ ഒരു തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ്. അതേമാതിരി തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലാണ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് ആവുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, അങ്ങനെയൊക്കെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് സൂപ്പർവൈസേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരുടെ മേലധികാരിയായിട്ട് നിലകൊള്ളുന്നതാണ് എന്താണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്. In all the areas of nursing activity, he or she will be able to help the nursing director and act as a director in the absence of a nursing director. Okay, നമുക്കറിയാം നഴ്സിംഗ് ഡയറക്ടറിന് തൊട്ട് താഴെയുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആർക്കാണ്? സൂപ്രണ്ടന്റിനാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇൻ കേസ് ഡയറക്ടർ ഇല്ല എങ്കിൽ, അബ്സെൻസ് ആയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ അല്ലെ, അവര് ഇല്ല ലീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂപ്രണ്ടന്റ് ആണ് പിന്നെ അധികാരിയായിട്ടുള്ള പേഴ്സൺ. അദ്ദേഹം തന്നെയായിരിക്കണം റിപ്പോർട്ടൊക്കെ അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പിലുള്ളവരാരാണ്? ഹൈറാർക്കിയില്, നഴ്സിംഗ് ഹൈറാർക്കിയില് ഡയറക്ടർ. പിന്നെ അദ്ദേഹത്തിന്റെ താഴെ ആണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് വർക്ക് ചെയ്യുക അല്ലെ, അവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നത്.
അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ ഏത് ഡ്യൂട്ടിയുടെ അല്ലെ ഏത് സ്റ്റാറ്റസിന്റെ കീഴിലുള്ളവരുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥനാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ ആബ്സെൻസിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണല്ലോ തൊട്ട് മേലെയുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും റെസ്പോൺസിബിൾ പേഴ്സൺ തൊട്ട് താഴെയുള്ളവർ അല്ലെ. അപ്പൊ അവർക്ക് റിപ്പോർട്ടുകൾ കൊടുക്കണം. ഇൻ കേസ് അവരില്ല എങ്കിൽ അവരുടെ ആബ്സെൻസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ കൂടെ ഡ്യൂട്ടി ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ദെൻ വീണ്ടും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഹി ഓർ ഷീ will help the nursing director in his work. നമ്മൾ കണ്ട മാതിരി തന്നെ ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നു. Then accountable for master rotation of nurses. അത് പ്രധാനപ്പെട്ട കാര്യമാണോ ഒന്ന് മാർക്ക് ചെയ്യേണ്ടതാണ്. മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്, നഴ്സസിന്റെ നമുക്കറിയാം ഷിഫ്റ്റ് ഡ്യൂട്ടികളാണ് അവരുള്ളത്. അതെല്ലാം തന്നെ നല്ല രീതിയിൽ അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ ആ ഡ്യൂട്ടികളിൽ നഴ്സുമാര് ആബ്സെൻസ് ഒന്നും കൂടാതെ തന്നെ മുന്നോട്ട് വരേണ്ടതാണ് അല്ലെ. അപ്പൊ അതിന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിത്വമാണ് ആർക്ക് ഉള്ളത്, നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. Then check and confirm the duty roster of staff nurse prepared by nursing in charge. ഓക്കെ, ഇത്തരത്തിൽ ഇങ്ങനെ ഓരോ ദിവസത്തെ ഡ്യൂട്ടികൾ ഉണ്ടാവും അല്ലെ. ഒരാഴ്ചയിൽ അത്യാവശ്യം ഡ്യൂട്ടികൾ ഇട്ടിട്ടുണ്ടാവും ഓരോരോ നഴ്സുകളിലും ഇന്ന ഷിഫ്റ്റുകളിലൊക്കെ ആയിട്ട്. സോ അത്തരത്തില് നഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന ആ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി റോസ്റ്റർ അത് ചെക്ക് ചെയ്ത് സ്ഥിരീകരിക്കേണ്ട ഡ്യൂട്ടി ആർക്കാണുള്ളത്, നഴ്സിംഗ് ആർക്കാണുള്ളത്. അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി. ഓക്കെ, ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നഴ്സസ് പ്രിപ്പയർഡ് ബൈ എ നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജ് സ്റ്റാഫ് നഴ്സിന്റെ ഈ ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടത് സ്ഥിരീകരിക്കേണ്ട ഡ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയാണ്. ഓക്കെ, വീണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. നൈറ്റ് സൂപ്പർവൈസറുടെ വർക്കുകൾ അല്ലെ അവര് വർക്ക് ചെയ്തിട്ടുണ്ടാവും നൈറ്റ് സൂപ്പർവൈസർ. ദെൻ അവരുടെ റിപ്പോർട്ടുകൾ അതിനും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ദെൻ ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. ഓക്കെ, സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ അത് റെഗുലർ ആയിട്ട് വിളിച്ചു കൂട്ടേണ്ടതൊക്കെ ആരാണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ടൈം ടു ടൈമിൽ അവരിൽ എന്തെങ്കിലുമൊക്കെ എത്തിക്കേണ്ടതുണ്ടെങ്കിലൊക്കെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടാണ് അത് പകർന്നു നൽകുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കണ്ടക്ട് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then വീണ്ടും പറയുന്നു കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, സ്ഥിതിയുള്ള കണക്കുകളൊക്കെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുമായിട്ട് അല്ലെ ഓരോ സ്റ്റാഫുകൾക്കും ഇന്ന യോഗ്യതകളൊക്കെ ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത്, അതിന്റെ സ്ഥിതിയുള്ള കണക്കുകളെല്ലാം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then supervise neatness of the ward with the help of a nursing in charge. ഓക്കെ, ഓരോ വാർഡിന്റെയും ഒരു അല്ലെ മേലധികാരി എന്ന നിലയിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ ഇൻചാർജ് വിലയിരുത്തേണ്ടതുണ്ട്, ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ. അതിൽ സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരാണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഇൻചാർജ് വാർഡില് എന്താണ് നീറ്റ്നെസ് ഒക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു റോളാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റിന് ഉള്ളത്. വീണ്ടും arrange and plan nursing care activities of the wards as per the hospital policies and service. Okay, ഹോസ്പിറ്റലിന്റെ നയങ്ങളും അല്ലെ നടപടിക്രമങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ തന്നെ വാർഡിലെ പ്രവർത്തനങ്ങളൊക്കെ അല്ലെ അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ്സ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ്. വാർഡിലെല്ലാം ഹോസ്പിറ്റലിന്റെ നിയമങ്ങളും സേവനങ്ങളും എല്ലാം തന്നെ നല്ല രീതിയിൽ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആര് തന്നെയാണ്, നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഒന്നിച്ച് പഠിക്കേണ്ട, കാരണം ചെറിയ ചെറിയ ഡ്യൂട്ടീസ് ആണ് എങ്കിലും മാറിപ്പോകാൻ ചാൻസുകൾ ഉള്ളത് കൊണ്ട് രണ്ടുപേരുടെ ഡ്യൂട്ടീസ് മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് വൺ നഴ്സിംഗ് ഡയറക്ടറുടെ, സെക്കൻഡ് വൺ നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ. എന്തൊക്കെയാണ് അല്ലെ, ആരാണ് ഹു അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കണം നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്.
who keep the record of a staff statistics in a connected with the education programs. Like അത് നമുക്കറിയാം സൂപ്രണ്ടന്റ് ആണ്. അപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ജസ്റ്റ് മനസ്സിലാക്കാം, എന്നാലും കുറച്ച് മോസ്റ്റ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി തന്നെ നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ചോദിച്ചു കാണാറുണ്ട്. അതേമാതിരി തന്നെ ഈ തേർഡ് പോയിന്റും ചോദിച്ചു കാണാറുണ്ട്. നൈറ്റ് സൂപ്പർവൈസറിന്റെ റിപ്പോർട്ട് ചോദിച്ചു കാണാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സിമ്പിൾ ആണ് എങ്കിലും ജസ്റ്റ് അതെല്ലാം മനസ്സിലാക്കി തന്നെ വെക്കുക. അത് സൂപ്രണ്ടന്റിന്റെ ആണ്, മറ്റത് ഡയറക്ടറിന്റെ ആണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർമ്മയിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു പൊസിഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലായോ? എന്താണ് ഓരോ പൊസിഷൻസിലും വരുന്ന പ്രത്യേകതകൾ എന്താന്നുള്ളത്? നഴ്സിംഗ് ഡയറക്ടറിനുള്ള പൊസിഷൻ ആയിരിക്കില്ല നഴ്സിംഗ് സൂപ്രണ്ടന്റിനും ഉള്ളത് അല്ലെ. അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസിലും വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു നല്ലൊരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ഹൈറാർക്കി സിസ്റ്റം ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് പോകുന്നത് അല്ലെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കാട്ടോ. അടുത്തൊരു ദിവസം കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണ്. ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഞാൻ തുടർച്ചയായിട്ട് നിങ്ങളെ ക്ലാസ്സിൽ കയറി അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ ഒക്കെ അബ്സെന്റ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇച്ചിരി നീക്കാനായിട്ട് അതുകൊണ്ട് സാധിച്ചു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വീക്ക് തുടങ്ങി എന്റെ അവിടെ മാത്രമേ എനിക്ക് കയറാൻ പറ്റുന്നുള്ളൂ. സോ ഈ അടുപ്പിച്ച് കയറിയതില് ദേഷ്യം തോന്നിയില്ലല്ലോ? തോന്നിയോ? സാറിന്റെ അവരും ഇല്ല. അപ്പൊ കുറച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇതിന്റെ കുഴപ്പമില്ല, നമുക്ക് പ്രിക്കോഷൻസ് എന്തായാലും കവർ ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സ്പീഡിൽ എടുത്ത് പോയിട്ടില്ല. ഇത്തിരി കുറച്ച് ആണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും വായിച്ചു തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഒന്നിച്ച് നോക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മാറിപ്പോവാതിരിക്കാനായിട്ട് നിങ്ങൾ പരമാവധി കൈയോടെ തന്നെ മനസ്സിലാക്കി തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.